ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 657/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ലൈവ് എന്നുള്ള പോർഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രിക്ക് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊക്കെ പഠിച്ചല്ലോ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈം എന്നുള്ള ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, ലൈമിനെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ ലൈം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ബേസിൽ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വൈറ്റ് വാഷിങ്ങിനൊക്കെ ലൈം യൂസ് ചെയ്യാറുണ്ട് ഇപ്പം. പണ്ടത്തെ കാലത്തൊക്കെ പണ്ടത്തെ ബിൽഡിങ്സ് ഒക്കെ പൊളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്തൊക്കെ സിമെൻറ്റിന് പകരം ലൈമാണ് യൂസ് ചെയ്തിരുന്നത്. പ്ലാസ്റ്ററിങ്ങിന് ലൈമാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സിമെൻറ്റിൻ്റെ ഇൻവെൻഷൻ വന്നതോടെ ലൈമിനെ റീപ്ലേസ് ചെയ്ത് സിമെൻ്റാണ് ഇപ്പം മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ കാണിച്ചേക്കുന്നതൊക്കെ നമ്മുടെ റിമൈനിങ് ടോപ്പിക്സ് ആണ്. ഇനി അടുത്തത് നമുക്ക് ലൈം പഠിക്കാൻ തുടങ്ങും. ഓക്കെ, ലൈം പഠിക്കാൻ തുടങ്ങുമ്പോൾ ലൈമിൻ്റെ IS കോഡ്. ഓക്കെ, IS കോഡ് എല്ലാം കൂടെ ഒരു ടേബിളായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. മീൻസ് ഈ നമ്പറുകളായത് കാരണം നമ്മൾ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ലൈമിൻ്റെ IS കോഡ് ഏതാണ്? ലൈമിൻ്റെ IS കോഡ് IS 712-1973. ഇതാണ് എന്ത്? ലൈമിൻ്റെ IS കോഡ്. ഓക്കെ, ലൈമിൻ്റെ IS കോഡ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. നമുക്ക് ലൈമിനകത്ത് കുറച്ച് വേർഡ്സ് ആദ്യം നമുക്ക് പഠിക്കാം. ആദ്യത്തെ ടേമാണ് എന്ത്? കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ദ ഹീറ്റിംഗ് ഓഫ് ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്യുക ടു റെഡ്നെസ് ആവുന്നവരെ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, വിത്ത് പ്രസൻസ് ഓഫ് എയറിൽ ലൈംസ്റ്റോണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈംസ്റ്റോണിൻ്റെ എന്താണ് ഫോർമുല എന്താണ്? കാൽസ്യം കാർബണേറ്റ് അല്ലേ ലൈംസ്റ്റോൺ, CaCO3. ഓക്കെ, ഇവിടെ സഫിക്സ് ആയിപ്പോയി CaCO3 എന്നാണ്. നമുക്ക് എന്താണ്? നമുക്ക് ലൈംസ്റ്റോണിനെ കാൽസിനേഷൻ കാൽസിനേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CaOയും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. CaO എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് ലൈമാണ്. എന്താണ്? ക്വിക്ക് ലൈമും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ എന്നുള്ള ടൈം പഠിച്ചല്ലോ. ഇനി അടുത്ത വേറെ ടൈം നോക്കാം, ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി ഓഫ് ലൈം ആണ്. എന്താണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്? ഒരു ലൈമിന്റെ പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ പ്രോപ്പർട്ടി? വിച്ച് ഹാർഡൻസ് ഇൻ ഡാം പ്ലേസസ്. ഓക്കെ, ഒരു ഡാം പ്ലേസിൽ എന്ത് ചെയ്യുക? അത് ഹാർഡൻ ആവുക. നമ്മൾ സിമെന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? അതുപോലെ ഒരു ഡാം കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹാർഡൻ ആകും. ആൻഡ് പ്ലേസസ് ഹാവിങ് നോ ഫ്രീ എയർ സർക്കുലേഷൻ. ഒരു എയർ സർക്കുലേഷൻ ഇല്ലാത്തൊരു പ്ലേസ് വന്നാലും എന്ത് ചെയ്യും? ഈ ലൈം എന്ത് ചെയ്യും? ഹാർഡൻ ചെയ്യും. അതിനാണ് എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഹൈഡ്രോളിസിറ്റി. ഓക്കെ, അപ്പോൾ 2 ടേം പഠിച്ചല്ലോ. കാൽസിനേഷനും പഠിച്ചു, ഹൈഡ്രോളിസിറ്റിയും പഠിച്ചു. ഹൈഡ്രോളിസിറ്റി എന്ത് ചെയ്യുക? ഡാം കണ്ടീഷനിലോ എയർ സർക്കുലേഷൻ ഇല്ലാത്ത പ്ലേസസിലോ ഒക്കെ ലൈം വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡൻ ആവുന്നു. അതിനാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വിക്ക് ലൈം എന്താന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ലൈം സ്റ്റോണിൽ നമുക്ക് ക്വിക്ക് ലൈം കിട്ടുമെന്ന് പറഞ്ഞല്ലേ. ക്വിക്ക് ലൈമിന്റെ ഫോർമുല ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. CaO, അതാണ് ക്വിക്ക് ലൈമിന്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ ക്വിക്ക് ലൈമിന്റെ ഫോർമുല CaO. അപ്പം ക്വിക്ക് ലൈം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ എന്താണെന്ന് പഠിച്ചു. നമുക്ക് പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്വിക്ക് ലൈം കിട്ടുന്നത്. ക്വിക്ക് ലൈമിന് വേറൊരു പേരിട്ടുണ്ട്. എന്താ ക്വിക്ക് ലൈമിന്റെ വേറൊരു പേര്? കോസ്റ്റിക് ലൈം. ഓക്കെ, അപ്പോൾ കോസ്റ്റിക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വിക്ക് ലൈം ആണ്. അപ്പം അടുത്ത എന്താണ്? ക്വിക്ക് ലൈം സ്ലേക്കിംഗ് വിത്ത് വാട്ടർ. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു ടൈമാണ്. സ്ലേക്കിംഗ് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് സ്ലേക്കിംഗ് വിത്ത് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ? അത് വെള്ളത്തിൻ്റെ കൂടെ പ്രവർത്തിക്കും. വെള്ളമായിട്ട് റിയാക്ഷൻ ഉണ്ട്, അഫിനിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഈ ക്വിക്ക് ലൈമിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, റാപ്പിഡായിട്ട് സ്ലേക്ക് ചെയ്യും. പെട്ടെന്ന് നമുക്കത് എന്ത് ചെയ്യും? ക്വിക്ക് ലൈമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ റാപ്പിഡായിട്ട് സ്ലേക്ക് ചെയ്യും. പക്ഷെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സിമെന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യത്തില്ലേ? അപ്പം നമ്മൾ എന്താ ഇനീഷ്യൽ സെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ മതി. അപ്പോൾ ഇതെന്താണ്? സ്ലേക്ക് ചെയ്യാൻ പെട്ടെന്ന് സ്ലേക്ക് ചെയ്യും. പക്ഷെ എന്താണ്? സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ലോ സെറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതും ഒരു ക്വിക്ക് ലൈമിന്റെ പ്രോപ്പർട്ടിയാണ്. പിന്നെന്താ? നോ അഫിനിറ്റി ടു കാർബോണിക് ആസിഡ്. ഇപ്പോൾ ഒരു കാർബോണിക് ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ക്വിക്ക് ലൈം തന്നെയായിട്ട് നിൽക്കും. അതാണ് എന്ത്? അതിന്റെ കാർബോണിക് ആസിഡുമായിട്ടുള്ള ഒരു പ്രവർത്തനം. അടുത്ത എന്താ? ഗ്രേറ്റ് അഫിനിറ്റി ഫോർ മോയ്സ്ചർ. എന്താണ്? പക്ഷെ അവന് ആരെ ഇഷ്ടമാണ്? മോയ്സ്ചറിനെ ഇഷ്ടമാണ്. കാർബോണിക് ആസിഡിനെ ഇഷ്ടമില്ല, പക്ഷെ മോയ്സ്ചറിനെ ഇഷ്ടം. അവന് എന്താണ്? ഗ്രേറ്റ് അഫിനിറ്റി ഉണ്ട് മോയ്സ്ചറുമായിട്ട്. ഇനി അടുത്ത എന്താ? ലംബ് ലൈം.
ലംബ് ലൈം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വിക്ക് ലൈം, അതൊരു ഫോം ഓഫ് ക്വിക്ക് ലൈം തന്നെയാണ്. ആ ക്വിക്ക് ലൈം കിന്നിൽ നിന്ന് വരുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലംബ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഓർക്കാലോ, ഈ സ്ലൈഡ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത എന്താ, സെറ്റിംഗ്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സിമെന്റിന്റെ ഒക്കെ സെറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹാർഡനിങ് ഓഫ് ലൈം ഇൻ പേസ്റ്റ് ഫോം. നമ്മൾ സിമെന്റ് ഒക്കെ പേസ്റ്റ് ആക്കി വെക്കുന്ന ലൈമിനെ ഒരു പേസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഹാർഡനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറഞ്ഞല്ലേ. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ലേക്കഡ് ലൈം, അല്ലെങ്കിൽ എന്താ വെള്ളമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള സ്ലേക്കഡ് ലൈം, അല്ലെങ്കിൽ എന്താ ഹൈഡ്രേറ്റഡ് ലൈം, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പൊ സ്ലേക്കഡ് ലൈം അല്ലെ ഹൈഡ്രേറ്റഡ് ലൈം എപ്പോഴാണ് കിട്ടുന്നത്, ഒബ്റ്റൈൻഡ് ബൈ സ്ലേക്കിംഗ് ഓഫ് ക്വിക്ക് ലൈം. ക്വിക്ക് ലൈം എടുത്ത് വെള്ളത്തിലെടുത്ത് കലക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, സ്ലേക്കഡ് ലൈം കിട്ടുന്നത്. ഇപ്പൊ ഇതെന്തായിരിക്കും, സ്ലേക്കഡ് ലൈം അല്ലെ ഹൈഡ്രേറ്റഡ് ലൈം എന്തിന്റെ ഫോമിലായിരിക്കും, ഇൻ ദ ഫോം ഓഫ് വൈറ്റ് പൗഡർ. അപ്പൊ എന്തായിരിക്കും, സ്ലേക്കഡ് ലൈം അല്ലെ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡർ ആയിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് സ്ലേക്കിംഗ് ആണെന്ന് നോക്കി ഓർക്കുമ്പോൾ അത് ലിക്വിഡ് ആണെന്ന് വിചാരിക്കല്ലേ. സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് പൗഡർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ ക്വിക്ക് ലൈമിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, നമ്മൾ സ്ലേക്കഡ് ലൈം ഉണ്ടാകുന്നത് അല്ലെ ഹൈഡ്രേറ്റഡ് ലൈം ഉണ്ടാകുന്ന ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് CaOH2, CaOH2 എന്ന് പറയുന്നത് എന്താണ്, എന്ത്, ഹൈഡ്രേറ്റഡ് ലൈം അല്ലെങ്കിൽ ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ എന്ത് വരും, ഹീറ്റും ജനറേറ്റ് ചെയ്യും. അപ്പൊ ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും, എന്തുണ്ടാവുകയും ചെയ്യും, ഹൈഡ്രേറ്റഡ് ലൈം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചല്ലോ. ഇനി അടുത്ത നോക്കാം, ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്ത്. ഹൈഡ്രോളിസിറ്റി എന്താ, പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സെറ്റ്, പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ഡാം പ്ലേസസ് ഓർ ഇൻ തിക് മേസണറി. ഡാം പ്ലേസിലോ തിക് മേസണറിയിലോ ഒക്കെ, നമ്മൾ തിക് മേസണറി എന്നുള്ള പേര് പറഞ്ഞില്ല, എന്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു PSC ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്തത്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ഡാം പ്ലേസസ് ഓർ ഇൻ തിക് മേസണറി എന്താണ്, അങ്ങനെ വെച്ചാൽ ലൈം സെറ്റ് ചെയ്യുക ഇൻ ഡാം പ്ലേസ് എന്ന് കണ്ടാൽ എന്ത് ഓർത്തോണം, അതിന്റെ പ്രോപ്പർട്ടി ഹൈഡ്രോളിസിറ്റി. എന്താണ് പ്രോപ്പർട്ടി, ഹൈഡ്രോളിസിറ്റി. നമ്മൾ ആദ്യം ടേംസ് പഠിച്ച കാൽസിനേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഹൈഡ്രോളിസിറ്റി പഠിച്ചു അല്ലെ. അപ്പൊ ഹൈഡ്രോളിസിറ്റി, പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ഡാം പ്ലേസസ്. ഓക്കെ, അപ്പൊ അത് ഓർക്കാലോ. ഇനി അടുത്തത് റിയാക്ടിവിറ്റി വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നമ്മളപ്പം കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഇത് എങ്ങനെയാണ് റിയാക്ഷൻ നോക്കാം. ഒരു ക്വിക്ക് ലൈം എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു. അപ്പൊ എയറിൽ ആരൊക്കെയുണ്ട്, എയറിൽ ഒത്തിരി ഇതുണ്ട്, ഗ്യാസ് ഉണ്ട് അല്ലെ. അപ്പൊ ആരും ഉണ്ട് അവിടെ, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് അല്ലെ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും, ഈ ക്വിക്ക് ലൈം എന്ത് ചെയ്യും, സ്പോണ്ടേനിയസ്ലി റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഈ ക്വിക്ക് ലൈം ഉണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, അത് കൺവേർട്ടിംഗ് ബാക്ക് ടു കാൽസ്യം കാർബണേറ്റ്, അതിന്റെ പഴയ ഫോമിലോട്ട് പോകും, കാൽസ്യം കാർബണേറ്റ് ആയി പോകും. ഈ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, റീകാർബണേഷൻ. എന്താണ് പറയുന്നത്, റീകാർബണേഷൻ. അപ്പം ഈ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, CaO + CO2 എന്താണ്, CaCO3, കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, റീകാർബണേഷൻ. ലൈമിന് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് അഫിനിറ്റി ഉണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് പഴയ ഫോമിലോട്ട് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്ര ഓർക്കാലോ. ഇനി അടുത്തത് സ്ലേക്കിംഗ്. സ്ലേക്കിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, സ്ലേക്കിംഗ് പറഞ്ഞായിരുന്നു. അപ്പൊ സ്ലേക്കിങ്ങിനെ പറ്റിയിട്ട് വരാവുന്ന മെയിൻ പോയിന്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ക്വിക്ക് ലൈം, നമ്മളൊരു ക്വിക്ക് ലൈമിലോട്ട് വെള്ളം ആഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ആദ്യം വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സ്വെല്ലാവും. സ്വെല്ലായിട്ട് എന്ത് ചെയ്യും, അവൻ പൗഡർ ആവും. ഓക്കെ, ആദ്യം ക്രാക്ക് ഉണ്ടാകും, പിന്നെ സ്വെല്ലാകും, അത് കഴിഞ്ഞിട്ട് പൗഡർ ഫോമിലോട്ട് മാറ്റും. Quick lime cracks, swells and falls into powdered form. ഓക്കെ, അങ്ങനെ വെച്ചാൽ എന്ത് പറയാം, സ്ലേക്കിംഗ് എന്ന് പറയാം. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ, വിച്ച് ഈസ് കാൽസ്യം ഹൈഡ്രേറ്റ്. ഓക്കെ, സ്ലേക്കിംഗ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, CaOH2, അതൊരു കാൽസ്യം ഹൈഡ്രേറ്റ് ആണ്. അതിനെ നമുക്ക് ഹൈഡ്രേറ്റഡ് ലൈം എന്നും പറയാം. ഓക്കെ, പൗഡർ ഫോമിലുള്ളതിനെ നമുക്ക് ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറയാം. ഇനി നമ്മൾ പുട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ നമ്മുടെ ബോളിലൊക്കെ ചെറിയ ക്രാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് പെയിന്റുമാരെ ശ്രദ്ധിച്ചറിയാം, അവർ ഈ ക്രാക്കിലൊക്കെ ആദ്യം ഒരു വൈറ്റ് പേസ്റ്റ് ചേർക്കും അല്ലേ. അതിനാണ് പറയുന്നത് എന്താ, ലൈം പൊട്ടി എന്നാണ്, ലൈം പൊട്ടി. ഈ ലൈം പൊട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പേസ്റ്റ് ഓഫ് സ്ലേക്കഡ് ലൈം. ആ സ്ലേക്കഡ് ലൈമിന്റെ ഒരു പേസ്റ്റ് ആണ് എന്ത്, നമ്മൾ തേക്കുന്ന ലൈം പൊട്ടി. ഓക്കെ, ഓർക്കണം. ഇനി അടുത്തത്, എ തിൻ പോറബിൾ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം ഇൻ വാട്ടർ. അപ്പൊ നമ്മൾ പേസ്റ്റ് ആക്കുവാണെങ്കിൽ ലൈം പൊട്ടി എന്ന് പറയും. പിന്നെ അതിനെ പിന്നെയും ഡയല്യൂട്ട് ചെയ്ത് ഒരു തിൻ പോറബിൾ സസ്പെൻഷൻ ആക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയാം. എന്ത് പറയാൻ പറ്റും, മിൽക്ക് ഓഫ് ലൈം.
ഇനി ലൈമിനെ തന്നെ 3-4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, IS ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എങ്കിലും നമുക്ക് മെയിൻലി 3 ടൈപ്പ് ലൈമാണെന്ന് പറയാം. ഓക്കെ, എന്താണ് ഫാറ്റ് ലൈം, എന്താണ് ഫാറ്റ് ലൈം വണ്ണമൊക്കെയുള്ള ലൈം എന്ന് വിചാരിച്ചു. അടുത്ത എന്താ ഹൈഡ്രോളിക് ലൈം, പുവർ ലൈം അല്ലെങ്കിൽ ലീൻ ലൈം. എന്താണ് ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, പുവർ ലൈം അല്ലെങ്കിൽ ലീൻ ലൈം. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഫാറ്റ് ലൈമിലോട്ട് പോകും. ഫാറ്റ് ലൈം ഞാൻ പറഞ്ഞല്ലേ, ഇച്ചിരി മിടുക്കന, ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ള ലൈമ. Okay, lime having calcium oxide content which can set and become hard only in the presence of carbon dioxide from the atmosphere. Okay, ഈ ലൈമിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് കാൽസ്യം ഓക്സൈഡ് കണ്ടന്റ് ഉണ്ട്. ആ കാൽസ്യം ഓക്സൈഡ് കണ്ടന്റ് സെറ്റ് ചെയ്യുകയും ഹാർഡ് ചെയ്യുകയും ചെയ്യുന്ന എന്തിന്റെ പ്രസൻസിലായിരിക്കണം? പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള പ്രസൻസ് വന്നാലേ അവൻ സെറ്റ് ചെയ്യുകയും ഹാർഡൻ ചെയ്യുകയും ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ഫാറ്റ് ലൈമിനകത്തുനിന്ന് മെയിൻലി 2-3 ക്വസ്റ്റ്യൻ വന്ന് എന്താണെന്നറിയാം, ഇവന് 2-3 പേരുണ്ട്. ആ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും വരും. ഇപ്പം നമ്മളോട് ഫാറ്റ് ലൈം ഈസ് ഓൾസോ നോൺ ആസ് അങ്ങനെയുണ്ട്. ഒരു തവണ വന്ന അതിൻ്റെ പേര് റിച്ച് ലൈം എന്നായിരുന്നു, വേറൊരു തവണ വന്നാൽ വൈറ്റ് ലൈം എന്നായിരുന്നു. അപ്പം അതിന് ഇച്ചിരി റിച്ച് ആണ്, വൈറ്റ് ആണ്, പ്യുവർ ലൈം ആണ്. ഓക്കെ, പ്യുവർ ലൈം ആണ്, അല്ലെങ്കിൽ നമുക്ക് ഹൈ കാൽഷ്യം ലൈം എന്ന് അതിനെ പറയാം. ആ പേര് 4 ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ ഫാറ്റ് ലൈം തന്നിട്ട് ഓൾസോ നോൺ ആസ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തന്നിട്ട് അതെന്താണോ ഫാറ്റ് ലൈം ആണോ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ഓക്കെ, നമുക്ക് പക്ഷേ പോപ്പുലർലി അതിന് ഫാറ്റ് ലൈം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? സ്ലേക്ക് വിഗറസ്ലി, പെട്ടെന്ന് സ്ലേക്ക് ചെയ്യും, വിഗറസ് ആയിട്ട് സ്ലേക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ് ഓർ പ്ലാസ്റ്ററിങ്. ഓക്കെ, നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം? വൈറ്റ് വാഷിംഗ് നമ്മൾ കണ്ടിട്ടില്ലേ, ആദ്യമൊക്കെ നമ്മൾ മേസണറി ഫുള്ള് നമ്മൾ തേച്ചൊക്കെ കഴിഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഫുള്ള് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈറ്റ് വാഷ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും ചെയ്യുന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആരാണ്? ഫാറ്റ് ലൈം ആണ്. പിന്നെ നമ്മൾ പിന്നെ പ്ലാസ്റ്ററിങ്ങിനും യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പം പ്ലാസ്റ്ററിങ്ങിനൊക്കെ നമ്മൾ സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് പിന്നെ പ്ലാസ്റ്ററിങ്ങിനും യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ വോളിയം ഇൻക്രീസസ് അബൌട്ട് 2 to 2.5 ടൈംസ് ദ വോളിയം ഓഫ് ക്വിക്ക് ലൈം. അപ്പോൾ ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫാറ്റ് ലൈമിൻ്റെ എന്താണ് അതിൻ്റെ വോളിയം ഒരു 2 to 2.5 വോളിയം ഓഫ് ക്വിക്ക് ലൈം ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ സ്ലേക്കിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേനും ആ ഉണ്ടായിരുന്ന വോളിയത്തിൽ നിന്ന് ഇവനങ്ങ് എന്ത് ചെയ്യും, വലിയ വോളിയം ഇൻക്രീസ് ചെയ്ത് ഒരു 2 to 2.5 ടൈംസ്, ഇരട്ടിയോ ഇരട്ടിയുടെ അധികമോ ആവും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഫാറ്റ് ലൈം ആയത് നമ്മൾ പ്യുവർ ലൈം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിൻ്റെ ഇമ്പ്യൂരിറ്റി എന്താണ്? 5%-ലും വളരെ കുറവാണ്. ഓക്കെ, ബാക്കി ഒരു 95% ഇതിനകത്തുള്ളത് ആരാ? കാൽസ്യം ഓക്സൈഡ് ഉള്ളത്. ഓക്കെ, ഫാറ്റ് ലൈം ഏകദേശം ഓർക്കാലോ. ഏകദേശം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ പഠിക്കണം, അനുസരിച്ചൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോളിക് ലൈം. ഫാറ്റ് ലൈം പറഞ്ഞു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഹൈഡ്രോളിക് ലൈം. ഈ ഹൈഡ്രോളിക് ലൈം എങ്ങനെ കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് കങ്കാർ ഓർ ക്ലേ ലൈംസ്റ്റോൺ. ക്ലേ ലൈംസ്റ്റോൺസ്. ഓക്കെ, കങ്കാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ക്ലേ ലൈംസ്റ്റോൺസ് ഒക്കെ എന്ത് ചെയ്യുക? ബേൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഹൈഡ്രോളിക് ലൈമിനെ കിട്ടുന്നത്. പിന്നെ ഇവന്റെ കളർ എന്താണ്? ബ്ലൂയിഷ് ഗ്രേ ഇൻ കളർ. അവന്റെ കളർ എന്താണ്? ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന് എന്താണ്, നമുക്ക് ഇതിന് വേറൊരു പേരുണ്ട്. ഹൈഡ്രോളിക് ലൈമിന് വാട്ടർ ലൈം എന്നും പറയും. എന്താണ്? വാട്ടർ ലൈം. ഇനി ഇവനെ എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും? അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടറിന് അടിയിലുള്ള കൺസ്ട്രക്ഷൻസിനൊക്കെ നമുക്ക് ഹൈഡ്രോളിക് ലൈമിനെ യൂസ് ചെയ്യാം. ഇനി ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോട്ടോർ ഉണ്ടാക്കാനൊക്കെ ഈ ഹൈഡ്രോളിക് ലൈം യൂസ് ചെയ്യാം. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോട്ടോർ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് പറ്റുന്നത്, അല്ലെങ്കിൽ മെയ്സണറി കൺസ്ട്രക്ഷന് പറ്റുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹൈഡ്രോളിക് ലൈമാണ്. ഓക്കെ, ഇനി ഇറ്റ് സെറ്റ്സ് അണ്ടർ വാട്ടർ വിത്തിൻ 7 to 30 days. ഓക്കെ, അപ്പോൾ ഇവന് വാട്ടറിനടിയിൽ സെറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 7 തൊട്ട് 30 days വരെ എടുക്കും. 7 to 30 ഡേയ്സിനെല്ലാം സെറ്റ് ആവും. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ? സ്ലേക്ക് സ്ലോലി. സ്ലേക്കിംഗ് ഭയങ്കര താമസം. നമ്മൾ ക്വിക്ക് ലൈം ആയപ്പോൾ എന്താ പറഞ്ഞത്? സ്ലേക്സ് ഫാസ്റ്റ് ആയിരുന്നു, സെറ്റ് സ്ലോലി ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ? സ്ലേക്ക് സ്ലോലി ആണ് ആൻഡ് സെറ്റ്സ് ഫാസ്റ്റർ. പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, ഇവൻ എന്ത് ചെയ്യും? സെറ്റ്സ് ഫാസ്റ്റർ കമ്പയർഡ് ടു ഫാറ്റ് ലൈം. ഓക്കെ, അപ്പോൾ ഫാറ്റ് ലൈം സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? മേസണറി കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ക്ലേ ഉണ്ട്. ഓക്കെ, ഈ ഹൈഡ്രോളിക് ലൈമിനകത്ത് ക്ലേ ഉണ്ട്. ആ ക്ലേയുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 5 to 30% വരെ വേരി ചെയ്യും. പിന്നെന്താണ്? ഇവന് സം എമൗണ്ട് ഓഫ് ഫെറസ് ഓക്സൈഡ് ഉണ്ട്. ഫെറസ് ഓക്സൈഡ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ, കളർ കൊടുക്കുന്ന സാധനമൊക്കെയാണ്. അപ്പോൾ എന്താണ്? ഇവന് കുറച്ച് എമൗണ്ട് ഫെറസ് ഓക്സൈഡ് ഉണ്ട് ഇതിനകത്ത്.
ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലേ പ്രസന്റ്, ഇതിനകത്തുള്ള ക്ലേക്ക് അനുസരിച്ച് ഇവനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? ഫീബ്ലി ഹൈഡ്രോളിക് ലൈം. ഫീബ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുമ്പോൾ ക്ലേ കണ്ടന്റ് ഒരു കുറച്ചുള്ളൂ, 5 to 10% ഉള്ളൂ. അടുത്ത ഏതാ? മോഡറേറ്റ്ലി. ഫീബ്ലി, മോഡറേറ്റ്ലി. ഓക്കെ, മോഡറേറ്റ്ലി എന്ന് പറയുമ്പോൾ 11 to 20% ക്ലേ. ഓക്കെ, അടുത്ത ഏതാ? എമിനൻലി ഹൈഡ്രോളിക് ലൈം. എമിനൻലി ഹൈഡ്രോളിക് ലൈം അവൻ എത്ര ഉണ്ട്? 21 to 30%. ഓക്കെ, അവൻ എത്ര ഉണ്ട്? 21 to 30% ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഈ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ഇൻ ഹൈഡ്രോളിക് ലൈം കോൺസ്റ്റിറ്റ്യൂവന്റ് റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിക് ലൈമിൽ ഹൈഡ്രോളിസിറ്റി കൊടുക്കുന്ന ആരാണ്? ക്ലേ ആണ്. ആരാണ്? ക്ലേ ആണ്. ക്ലേ കാരണമാണ് അവന് ഹൈഡ്രോളിസിറ്റി ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇനി അടുത്തത്, ഹൈഡ്രോളിക് ലൈം റിസംബിൾസ് വെരി മച്ച് വിത്ത് പോർട്ട്ലാൻഡ് സിമെന്റ്. ഈ ഹൈഡ്രോളിക് ലൈം എന്താണ്? പോർട്ട്ലാൻഡ് സിമെന്റായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് ഇൻ ഇറ്റ്സ് കെമിക്കൽ കോമ്പസിഷൻ. ഓക്കെ, അപ്പം ഏത് ഹൈഡ്രോളിക് ലൈമിനാണ് പോർട്ട്ലാൻഡ് സിമെന്റായിട്ട് വെരി മച്ച് സിമിലർ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആര്? ഏറ്റവും കൂടുതൽ ക്ലേ ഉള്ളവനാരാ? എമിനൻലി ഹൈഡ്രോളിക് ലൈം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഹൈഡ്രോളിക് ലൈം മോട്ടാർ ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ ഹവേഴ്സ് ഓഫ് മിക്സിംഗ്. ഓക്കെ, സോറി, അതിനകത്ത് ഒരു പോയിന്റ് മിസ്സാണ്, ഞാൻ പറയാവേ. വിത്തിൻ 4 hours ഓഫ് മിക്സിംഗ് ആണ്, അത് ആഡ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിക് ലൈമിൽ മോട്ടാർ ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ എത്ര അവേഴ്സ് ഓഫ് മിക്സിംഗിലാ? 4 hours ഓഫ് മിക്സിംഗ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറിനുള്ളതിൽ ഹൈഡ്രോളിക് ലൈം മോട്ടാർ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ സിമെന്റ് മോട്ടാർ ഒക്കെയാണ് പറയത്തില്ല, അരമണിക്കൂർ എന്ന് പറയത്തില്ല. അത് കാരണം കുറച്ച് ബാച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ 4 hours കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ? എമിനൻലി ഹൈഡ്രോളിക് ലൈം ഈസ് വൺ വിച്ച് പെർസെൻറ്റേജ് ഓഫ് സിലിക്ക, അലുമിന ആൻഡ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡും സിലിക്കയും അലൂമിനയും ഒക്കെ എത്ര പെർസെൻറ്റേജ് വരും? അറൌണ്ട് 25 to 30% വരും. ആരില്? എമിനൻലി ഹൈഡ്രോളിക് ലൈമിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, കോമൺലി യൂസ്ഡ് ലൈം ഫോർ അണ്ടർ വാട്ടർ വർക്ക്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ലൈം ആണ് അണ്ടർ വാട്ടർ വർക്ക്സിൽ യൂസ് ചെയ്യുന്നത്. എങ്കിലും ഹൈഡ്രോളിക് ലൈം ഇല്ല, അല്ലെങ്കിൽ ഓപ്ഷന് ഹൈഡ്രോളിക് ലൈം അല്ല, എമിനൻലി ഹൈഡ്രോളിക് ലൈം ആണ് തന്നേക്കുന്നതെങ്കിൽ കോമൺലി യൂസ്ഡ് ലൈം ഫോർ അണ്ടർ വാട്ടർ വർക്ക്സ് എന്ന് വെച്ചാൽ ആരെ എഴുതണം? എമിനൻലി ഹൈഡ്രോളിക് ലൈമിനെ എഴുതണം. ഓക്കെ, ഇനി ഏറ്റവും മാക്സിമം പെർസെൻറ്റേജ് ക്ലേ ആരാന്ന് ചോദിച്ചാലോ? ആരാണ്? എമിനൻലി ഹൈഡ്രോളിക് ലൈം. ഇനി ഹൈഡ്രോളിക് ലൈം ജനറേറ്റ്സ് ലെസ് ഹീറ്റ് ആസ് കമ്പയർഡ് ടു ഫാറ്റ് ലൈം. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്. അപ്പൊ എന്താണ്? ഫാറ്റ് ലൈമിനെ കമ്പയർ ചെയ്യുമ്പം ഹൈഡ്രോളിക് ലൈം ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്? കുറവാണ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് ഉണ്ട്, ലൈം ഒബ്റ്റൈൻഡ് ഫ്രം സ്റ്റോൺസ് കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം സിലിക്കേറ്റ്. ഓക്കെ, നമുക്ക് ഹൈ പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം സിലിക്കേറ്റ് ഒക്കെ ഉള്ള എന്താണ് സ്റ്റോൺസിൽ നിന്ന് കിട്ടുന്ന ലൈം ഏതാണ്? എമിനൻലി ഹൈഡ്രോളിക് ലൈം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് ഒക്കെ ഓർത്ത് വെച്ചാൽ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പറഞ്ഞ എമിനൻലി ഹൈഡ്രോളിക് ലൈമിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് തിരിച്ചും മറിച്ചും അതിന്റെ പെർസെൻറ്റേജും കണ്ടന്റും ഒക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് പുവർ ലൈം. പാവപ്പെട്ടൊരു ലൈമ പുവർ ലൈം. അവനെ എന്താ പറയാ? ഇംപ്യൂർ ലൈം, ലീൻ ലൈം എന്ന് പറയും. ഓക്കെ, അതിന്റെ എന്തുകൊണ്ടാണ് പുവർ ലൈം എന്ന് പറയുന്നത്? മോർ ദാൻ 30% ക്ലേ ഉണ്ട്. 30 വരെയാണ് ഹൈഡ്രോളിക്, 30ൽ കൂടുതലാണെങ്കിൽ പുവർ ലൈം. ഓക്കെ, ഇനി അവനെ സ്ലേക്സ് ചെയ്യുന്നത് വെരി സ്ലോ. ഓക്കെ, അപ്പം സ്ലേക്ക് ചെയ്യുന്നത് സ്ലോലി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാലോ. അടുത്ത നമ്മൾ IS 712-1973 പറഞ്ഞില്ലേ? അപ്പൊ ISല് ക്ലാസ് ABCD ഈ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ IS ക്ലാസിഫിക്കേഷൻ നമുക്ക് ചോദിക്കാം. ഓക്കെ, എങ്ങനെ ചോദിക്കാം? ഏതെങ്കിലും ഒരു ലൈം തന്നിട്ട് അത് ഏത് ക്ലാസ് ആണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ക്ലാസ് A ലൈം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ ടേബിൾ ഒന്ന് പഠിച്ചിരിക്കണേ. അപ്പൊ ക്ലാസ് എ ക്ലാസ് എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ പറഞ്ഞ ഹൈഡ്രോളിക് ലൈം ആണ്. ഹൈഡ്രോളിക് ലൈം ഏതിനാ യൂസ് ചെയ്യുന്ന? മേസണറി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഇവന് എന്ത് ചെയ്യും? കോമൺലി സ്ട്രക്ചറൽ വർക്ക്സിന് യൂസ് ചെയ്യും. ഇനി ക്ലാസ് ബിക്കകത്ത് ആര് വരും? ഹൈഡ്രോളിക് ലൈമും വരും, ഫാറ്റ് ലൈമും വരും, രണ്ടുപേരും വരും. ഓക്കെ, അപ്പൊ അവനെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോളിക്കും ഉണ്ട്, ഫാറ്റ് ലൈമും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ മോർട്ടാർ ഫോർ മേസണറി വർക്ക്സ്, സ്ട്രക്ചറൽ വർക്ക്സിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ലൈം ക്ലാസ് എ ഗ്രേഡ് ആണ്. ഹൈഡ്രോളിക്കും ഫാറ്റ് ലൈമും വരുന്ന ക്ലാസ് ബി ഗ്രേഡ് ആണ്. നമ്മൾ എന്തിന്? മോർട്ടാറിന്, മേസണറി വർക്ക്സിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കി, ക്ലാസ് സി ആരാണ്? ഫാറ്റ് ലൈം. നമ്മൾ പറഞ്ഞ ഫാറ്റ് ലൈം എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് കോട്ടൺ പ്ലാസ്റ്ററിങ്. അപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫിനിഷിംഗ് കോട്ട് കൊടുക്കുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാറ്റ് ലൈം യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിനു ചെയ്യും? വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യും.
ഇനി അടുത്ത എന്താ, ഈ ഫാറ്റ് ലൈം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ് സി ഏതാണ് ഫാറ്റ് ലൈം, അങ്ങനെയാണോ ഫാറ്റ് ലൈം ഏത് ക്ലാസ് ആണോ, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് ക്ലാസ് ഡി. ഈ ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ഒരു ലൈമിനകത്ത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്. മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ അതിനെന്താ ക്ലാസ് ഡി എന്ന് പറയും. അപ്പോൾ അത് ഫാറ്റ് ലൈമിന് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അത് നമ്മൾ ഈ ഫാറ്റ് ലൈം പോലെ തന്നെ എന്താ വൈറ്റ് വാഷിങ്ങിന് ഫിനിഷിംഗ് കോട്ടിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇനി ക്ലാസ് ഇ, ഏറ്റവും താഴത്തെ ഗ്രേഡ് ക്ലാസ് ഇ, ഒരു ഇംപ്യൂർ ലൈംസ്റ്റോൺ ആണ് എന്ത് ക്ലാസ് ഇ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് കങ്കാർ എന്നും പറയാം. ഓക്കെ, കങ്കാർ നമ്മൾ പഠിച്ചു. ഹൈഡ്രോളിക് ലൈമിന് ബേണിങ്, എന്ത് കങ്കാർ ബേൺ ചെയ്ത ഹൈഡ്രോളിക് ലൈം കിട്ടുന്നത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു ഇംപ്യൂർ ലൈംസ്റ്റോൺ ആണ്, അതിനെ നമുക്ക് കങ്കാർ എന്നും പറയാം. അപ്പൊ എന്തിനാ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മേസണറി മോർട്ടർ. മേസണറി മോർട്ടർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഇ ലൈം യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇമ്പ്യൂരിറ്റീസ് ഇൻ ലൈംസ്റ്റോൺ. ഇപ്പൊ നമ്മുടെ ലൈംസ്റ്റോണിൽ വരാവുന്ന കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഒരു 6 ഇമ്പ്യൂരിറ്റീസ് പറയുക. ഓക്കെ, ഒന്നാമത് നമ്മളിപ്പം പറഞ്ഞു മഗ്നീഷ്യം കാർബണേറ്റ് കങ്കാറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു മഗ്നീഷ്യം കാർബണേറ്റ് ഉണ്ട്. ക്ലേ, ക്ലേ ഒരു കൂടിക്കഴിഞ്ഞാൽ അത് ഇമ്പ്യൂരിറ്റി. ഓക്കെ, പിന്നെ എന്താണ് സിലിക്ക, പിന്നെ അയൺ കോമ്പൗണ്ട്, സൾഫേറ്റ്സ്, ആൽക്കലീസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പ്യൂരിറ്റീസ്. ഇപ്പൊ നമുക്ക് ഒരു 4 ഇമ്പ്യൂരിറ്റി തന്നു, ഒരു എണ്ണം ഇമ്പ്യൂരിറ്റി അല്ലാത്ത തന്നു, അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താ മഗ്നീഷ്യം കാർബണേറ്റ്. അപ്പൊ മഗ്നീഷ്യം കാർബണേറ്റിന്റെ കാര്യം അത് നമ്മൾ പറയാൻ പോകുന്നത്. മഗ്നീഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, മഗ്നീഷ്യം ലൈം സ്റ്റോൺസ് ആർ ഹാർഡ്. നമ്മൾ ഈ നമ്മുടെ ലൈമിനകത്ത് മഗ്നീഷ്യം കാർബണേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹാർഡ് ആകും, പിന്നെ ഹെവി ആകും, ഒരു കോമ്പാക്ട് ടെക്സ്ചർ. ഓക്കെ, ഇനി പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ആവും. മഗ്നീഷ്യം കാർബണേറ്റ് ആകുമ്പോൾ ഇറഗുലാർ പ്രോപ്പർട്ടീസ് ഓഫ് കാൽസിനേഷൻ, സാധാരണ കാൽസിനേഷൻ പോലെ ഇറഗുലാർ കാൽസിനേഷനും സ്ലേക്കിങ്ങും ഹാർഡനിങ്ങും ഒക്കെ ആയിരിക്കും. ഇനി ഒരു 5% വരെയാണെങ്കിൽ, ഓക്കെ, അപ് ടു 5% വരെയാണെങ്കിൽ എക്സലന്റ് ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷെ അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേറെ ഇറഗുലർ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഇനി അടുത്തത് ക്ലേ. ക്ലേ ആണ് എന്തിന്, ക്ലേ റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ഓഫ് ലൈം. നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ എമിനന്റ്ലി ഹൈഡ്രോളിക്, ഫീബ്ലി ഹൈഡ്രോളിക്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ് ലൈമിൽ കൊടുക്കുന്ന ആരാണ്, ക്ലേ ആണ്. ഓക്കെ, 10 to 30% ക്ലേ യൂഷ്വലി പ്രൊഡ്യൂസ് ഹൈഡ്രോളിസിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോളിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 to 30% എന്ത് വേണം, ക്ലേ വേണം. ഇനി ക്ലേ കണ്ടന്റ് ഒരു 3 to 5% ആണെങ്കിൽ എന്ത് ചെയ്യും, എന്താ ഹൈഡ്രോളിസിറ്റി കാണുമോ, കുറഞ്ഞില്ലേ. അപ്പൊ ഡു നോട്ട് ഡിസ്പ്ലേ ഹൈഡ്രോളിസിറ്റി. ഓക്കെ, ഒരു ഹൈഡ്രോളിക് പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഓക്കെ, ഇനി ഡു നോട്ട് സെറ്റ് ആൻഡ് ഹാർഡൻ അണ്ടർ വാട്ടർ. ഓക്കെ, അപ്പൊ ഈ ക്ലേ വന്നു കഴിഞ്ഞാൽ ഈ ലൈം എന്ത് ചെയ്തില്ല, അണ്ടർ വാട്ടറിൽ ഒത്തിരി കൂടി കഴിഞ്ഞാൽ സെറ്റ് ആകാനും ഹാർഡൻ ചെയ്യാനും ഒക്കെ പ്രയാസമാണ്. ഓക്കെ, ഇനി അടുത്തത് സിലിക്ക. സിലിക്ക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫ്രീ ഫോം ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ്. ഓക്കെ, ഫ്രീ ഫോമിലായിട്ട് സിലിക്ക ഉണ്ടെങ്കിൽ അവനൊരു അപകടകാരിയാണ്. ഇനി അടുത്ത എന്താ, അയൺ കോമ്പൗണ്ട്സ്. അയൺ കോമ്പൗണ്ട്സ് അയൺ ഓക്സൈഡ്സ് ആയിട്ടും കാർബണേറ്റ്സ് ആയിട്ടും സൾഫൈഡ്സ് ആയിട്ടും ഒക്കെ കാണുന്നത്. ഇനി പൈറേറ്റ് അല്ലെങ്കിൽ അയൺ സൾഫൈഡ്, ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്, ഹൈലി അൺഡിസൈറബിൾ ആയിട്ടുള്ള സാധനമാണ് പൈറൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക് ലൈമിൽ 2 to 5% അയൺ ഓക്സൈഡ് നെസസറി ആണ്. ഓക്കെ, അപ്പം നമ്മൾ അയൺ ഓക്സൈഡ് ഒക്കെ സിമെന്റിലും ഒക്കെ ഉള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിക് ലൈമിൽ എത്ര വേണം, ഒരു 2 to 5% അയൺ ഓക്സൈഡ്സ് വേണം. ഇനി അടുത്ത എന്താ, സൾഫേറ്റ്സ്. സൾഫേറ്റ്സ് എന്ന് പറയുമ്പോൾ അവൻ വന്ന് എന്ത് ചെയ്യും, സൾഫേറ്റ് സ്ലോ ഡൗൺ ദ സ്ലേക്കിംഗ് ആക്ഷൻ. ഓക്കെ, സൾഫേറ്റ്സ് എന്ത് ചെയ്യും, ആ സ്ലേക്ക് ചെയ്യുന്ന ആക്ഷൻ കുറയ്ക്കും. ഓക്കെ, സ്ലേക്കിംഗ് കുറയും എന്ന് പറയുന്നത് എന്താ, സെറ്റിംഗ് ടൈം കൂട്ടും, ഇൻക്രീസ് ദ സെറ്റിംഗ് റേറ്റ്. ഓക്കെ, ഇനി അടുത്ത എന്താ, ആൽക്കലീസ്. ആൽക്കലീസ് എന്ന് പറയുമ്പോൾ എന്താ, പ്യുവർ ലൈമിൽ ആൽക്കലീസ് വന്നു കഴിഞ്ഞാൽ അത് അൺഡിസൈറബിൾ ആണ്. ഓക്കെ, ഒരു 5% വന്നു കഴിഞ്ഞാൽ നോ ഇൽ ഇഫക്റ്റ് ഇൻ ഹൈഡ്രോളിക് ലൈം. ഹൈഡ്രോളിക് ലൈമിൽ ഒരു 5% വരെ ആകാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയും ബോൾ ടെസ്റ്റ്. നമ്മൾ ലൈം സ്റ്റോണിന്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്താണ്, ബോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ലൈം സ്റ്റോണിനെ നമ്മൾ ഓരോ ക്ലാസ് ആക്കി മാറ്റാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്യും, ലൈം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ഓക്കെ, ലൈം എടുത്തിട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിഫ് ആയിട്ടൊരു ലൈം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഒരു സ്റ്റിഫ് ലൈം ബോൾ 40 mm ഡയ ഉണ്ടാക്കും. നമ്മൾ അതിനെ ഉരുട്ടിയിട്ട് ഒരു 40 mm ഡയ ഉള്ള ബോൾ ആക്കും. ഓക്കെ, നമ്മൾ സിമെന്റിനൊക്കെ ക്യൂബായിട്ട് കാസ്റ്റ് ചെയ്യത്തില്ലേ, അതുപോലെ ലൈമിനാകുമ്പോൾ എന്ത് ചെയ്യും, 40 mm ഡയ ഉള്ള ബോൾ ആക്കി മാറ്റും. എന്നിട്ട് kept as it for 6 hours. നമ്മൾ അവനെ അതേപോലെ തന്നെ ഒരു 6 മണിക്കൂർ വെക്കും. ഓക്കെ, ഇനി ആഫ്റ്റർ 6 hours അൺഡിസ്റ്റർബ്ഡ് ബോൾസ് കെപ്റ്റ് ഇൻ ബേസിൻ ഓഫ് വാട്ടർ. അപ്പൊ ആഫ്റ്റർ 6 hours ഈ ബോൾസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അവനെ നമ്മൾ വെള്ളത്തിൽ മുക്കി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ, സ്ലോ എക്സ്പാൻഷൻ,
സ്ലോ ഡിസിൻറ്റഗ്രേഷൻ വിത്തിൻ എ മിനിറ്റ്. ഒരു മിനിറ്റിനുള്ളിൽ സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് സ്ലോ ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അവൻ ഏതാണ്? ക്ലാസ് സി. ആരാണ് ക്ലാസ് സിയിൽ വരുന്നത്? ഫാറ്റ് ലൈം ആയിരുന്നു അല്ലേ? ഇനി അടുത്തത് വെരി സ്മോൾ ഓർ നോ എക്സ്പാൻഷൻ ആൻഡ് ന്യൂമറസ് ക്രാക്സ്. വെരി സ്മോൾ അല്ലെങ്കിൽ നോ എക്സ്പാൻഷൻ ആണ്, ന്യൂമറസ് ക്രാക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് ബി പറഞ്ഞില്ലേ, ഫാറ്റും ഹൈഡ്രോളിക് കൂടെ വരുന്നൊരു സാധനം, ക്ലാസ് ബി, അവനാണ് വെരി സ്മോൾ അല്ലെങ്കിൽ നോ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി റിമെയിൻസ് ഇൻ ഷേപ്പ് ആൻഡ് ബ്ലോ, ആദ്യ ഷേപ്പിൽ നിൽക്കും, അത് കഴിഞ്ഞിട്ട് ആൻഡ് ബോൾ ക്രാക്കിംഗ്, അത് കഴിഞ്ഞാണ് ക്രാക്കിംഗ്. അതാരാണ്? നമ്മുടെ ഹൈഡ്രോളിക് ലൈം. ആരാണ്? ക്ലാസ് എ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഓർക്കാമല്ലോ. ഇനി നമ്മളൊരു പോയിന്റ് നമ്മൾ പറയാൻ മിസ് ചെയ്തായിരുന്നു. നമ്മൾ എന്താണ് ക്ലേ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പം ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ ലൈമിലെ ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അവന്റെ ഹൈഡ്രോളിസിറ്റി കൂടും. എന്ത് കൂടും? ഹൈഡ്രോളിസിറ്റി കൂടും. ഒന്ന് നോട്ട് എഴുതുമ്പോൾ ഒന്ന് എഴുതി വെക്കണേ ഇത്. ക്ലേ കൂടുമ്പം അവന്റെ ഹൈഡ്രോളിസിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഹൈഡ്രോളിസിറ്റി കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? സെറ്റിംഗ് ടൈം, അതായത് എന്ത് പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, ഹൈഡ്രോളിസിറ്റി കൂടി കഴിഞ്ഞാൽ അവന് സെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ എന്താണ്? ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ സ്ലേക്കിങ്ങിന്റെ ടെൻഡൻസി കുറയും. ഓക്കെ, അപ്പം ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയൊക്കെ നമുക്ക് തിയറി പോർഷൻ ആയിട്ട് പഠിക്കാനുള്ളൂ. ഇപ്പൊ ഇതിനകത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളൂ ലൈമിൽ. അപ്പൊ ലൈമിൽ ഒത്തിരി ഉണ്ട്, ലൈം എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. പക്ഷെ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഷുവറായിട്ട് നമ്മുടെ സ്ലൈഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ MCQ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, അപ്പം തിയറി ഇവിടെ തീരുവാണേ. താങ്ക് യു.